Hello friends, welcome back. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി സ്നാക്ക് ആയിട്ടുള്ള ഫുട്ബോൾ ചിക്കൻ ആണ്. വീട്ടിൽ ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഇത്. സാധാരണ നമ്മൾ കഴിക്കാറുള്ള സ്നാക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇഫ്താർ ടൈമിലും വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫുട്ബോൾ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് കുറച്ച് ബോൺലെസ് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചിക്കനിൽ തീരെ പീസസ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇത്. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കരുത്, ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ മുട്ടയുടെ മഞ്ഞയും മൈദപ്പൊടിയും കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു മിക്സ് ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം മൈദപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കാരണം ഈ ഒരു മിക്സ് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്, ഒരുപാട് തിക്കായി പോകരുത്. അങ്ങനെ ഈ ഒരു മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും മിക്സ് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയുന്ന ഈ ബോർഡേഴ്സൊക്കെ ഇല്ലേ, അതൊന്നും വേസ്റ്റ് ആക്കി കളയണ്ട. അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ കഴിയും. ബ്രെഡിലെ ബ്രൗൺ കളർ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല ഷാർപ്പായൊരു കത്തി വെച്ചിട്ട് ഒട്ടും പൊടിയാതെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഈ പീസസ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സൈസിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ എത്ര ഫുട്ബോൾ ചിക്കൻ തയ്യാറാക്കുന്നോ അതിനനുസരിച്ചുള്ള ബ്രെഡ് വേണം നിങ്ങൾ എടുക്കാൻ. ഞാനിപ്പോൾ ഏകദേശം 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 5 ഫുട്ബോൾ ചിക്കനാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രെഡൊക്കെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച മസാല എടുത്തിട്ടുണ്ട്. ഇപ്പം മസാല കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ കുറച്ച് നെയ്യോ തേച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ മസാലയിൽ നിന്ന് ഒരൽപ്പം മസാല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ സെൻറ്ററിൽ ഒരൽപ്പം കുഴിയാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചീസ് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ആണെങ്കിൽ അതൊന്ന് കട്ടിയിൽ മടക്കി എടുത്തിട്ട് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയ മസാല ബോൾ എടുത്തിട്ട് ബ്രെഡിൻ്റെ ക്യൂബ്സിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോഴേക്കും കുറച്ചൊക്കെ ബ്രെഡ് ക്യൂബ്സ് ഈ ബോളിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ബ്രെഡ് ക്യൂബ്സ് ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്ത് ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് ഓരോ ക്യൂബ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സ്നാക്ക് നമ്മൾ ബ്രെഡ് വെച്ചല്ലേ കവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു സ്നാക്ക് ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കാതെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ബ്രെഡിൻ്റെ ക്യൂബ്സ് അടുത്തടുത്തായിട്ട് വെച്ചിട്ട് മസാല ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രെഡ് ക്യൂബ്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ച് കൊടുത്ത ബ്രെഡ് ക്യൂബ്സ് ഒന്നും ഇളകി പോവാതെ നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബോൾ ഷേപ്പ് ഒന്നും കേടുവരാതെ വളരെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ക്യൂബ്സൊക്കെ ബോളിൽ നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കും. അതുപോലെ ബാക്കിയുള്ള എല്ലാ ക്യൂബ്സും നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മാവ് വളരെ തിന്നായിട്ടുള്ളൊരു മാവായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്യൂബ്സ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ബ്രെഡ് ക്യൂബ്സ് അതിലേക്ക് ഒട്ടിപ്പിടിക്കും.
ഇനി അഥവാ നിങ്ങൾ ഇത് തയ്യാറാക്കുന്ന ടൈമിൽ ബ്രെഡ് ക്യൂബ്സ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മഞ്ഞ മാത്രമല്ല എടുത്തിട്ടുള്ളൂ, അതിൻ്റെ മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തയ്യാറാക്കിയ ബോൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും ബ്രെഡ് ക്യൂബ്സ് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇതാ സെക്കൻഡ് ബോളിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ക്യൂബ്സ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുട്ബോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഫുട്ബോൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫുട്ബോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്ലോ ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറമേ ഉള്ള ബ്രെഡിൻ്റെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിൽ നമ്മൾ മസാലയിൽ കൊടുത്തിട്ടുള്ളത് കുക്ക് ചെയ്യാത്ത ചിക്കൻ അല്ലാതെ നന്നായിട്ട് കുക്കായി കിട്ടുകയില്ല. അതുകൊണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്ലോ ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒരുപാട് ലോ ആക്കി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോൾസ് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് അതുപോലെ സ്ലോ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പുറമേ നല്ല ക്രിസ്പിയാണ്, ബ്രെഡിൻ്റെ ആ ലെയർ നല്ല ക്രിസ്പി ആയിട്ട് വരും. അകത്തും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നമ്മൾ സാധാരണ കഴിക്കാറുള്ള സ്നാക്കുകളിലെ ഫില്ലിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ സ്നാക്ക് റെസിപ്പീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.